റോയൽ റംബിളിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേരെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റെക്കോർഡ് ഉണ്ടായിരുന്നത് കെയ്നായിരുന്നു. 2001 റോയൽ റംബിളിലായിരുന്നു കെയ്ൻ ആ റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ 13 വർഷങ്ങൾക്കിപ്പുറം ആ റെക്കോർഡ് മറ്റൊരു വ്യക്തി തോൽപ്പിക്കുകയുണ്ടായി. അതും ആ വ്യക്തിയുടെ ആദ്യത്തെ റോയൽ റംബിളിൽ മറ്റാരുമല്ല, റോമൻ റെയിൻസ്. 2014 റോയൽ റംബിളിൽ 12 പേരെയായിരുന്നു റോമൻ റെയിൻസ് ഒറ്റയ്ക്ക് പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷം ബ്രോക്ക് ലെസ്നർ ഈ റെക്കോർഡ് തോൽപ്പിച്ച് 13 ആക്കിയെങ്കിലും റോമൻ റെയിൻസിന്റെ ഈ റെക്കോർഡ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം 2014 റോയൽ റംബിളിലേക്ക് അന്ന് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് ഒന്ന് നോക്കി വരാം. വെൽക്കം ടു വെനസ്ഡേ നൈറ്റ് സ്പെഷ്യൽസ്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഉടനെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. 2014 റോയൽ റംബിൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മെമ്പേഴ്സായിട്ട് വന്നത് സേത്ത് റോളിങ്സും CM പങ്കുമായിരുന്നു. അതെ, നെറ്റ്ഫ്ലിക്സിലെ ആദ്യത്തെ റോ എപ്പിസോഡ് മെയിൻ ഇവന്റ് ചെയ്തവരായിരുന്നു 2014 റോയൽ റംബിളിന് തുടക്കം കുറിച്ചത്. CM പങ്ക് പോകുന്നതിന് മുൻപേ നടന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ റോയൽ റംബിൾ കൂടിയായിരുന്നു അത്. ഈ റോയൽ റംബിളിൽ കാണികൾ എല്ലാവരും ആഗ്രഹിച്ചത് ഡാനിയൽ ബ്രയാനോ അല്ലെങ്കിൽ CM പങ്കോ വിജയിക്കണമെന്ന് തന്നെയായിരുന്നു. അതുവരേക്കും ഒരു റോയൽ റംബിൾ പോലും വിജയിക്കാത്ത CM പങ്കിന് ആ ഒരു വിജയം നേടിക്കൊടുക്കണമെന്നുള്ളതും, അതുപോലെ അതോറിറ്റിക്കെതിരെ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്ന ഡാനിയൽ ബ്രയാൻ ഈ ഒരു വിജയം കിട്ടി അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ ആകണമെന്നുള്ളതും എല്ലാവരുടെയും ആഗ്രഹം തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് റെസ്ലേഴ്സ് വന്നുകൊണ്ടിരുന്നു. 15ാമത്തെ റെസ്ലർ വന്നു, അതായിരുന്നു റോമൻ റെയിൻസ്. അന്ന് റോമൻ റെയിൻസ്, സേത്ത് റോളിങ്സ്, ഡീൻ ആംബ്രോസ് ഇവർ 3 പേരും കൂടി ഷീൽഡ് ടീമിൽ വർക്ക് ചെയ്യുകയാണ്. റോമൻ വന്ന് ആദ്യം തന്നെ CM പങ്കിന്റെ തലക്കിട്ടൊരു ചവിട്ടും കോടിയുടെ നെഞ്ചത്തിട്ടൊരു അടിയുമായിരുന്നു കൊടുത്തത്. പിന്നീട് തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന കോഫി കിങ്സിന്റെ അടുത്ത് അതായിരുന്നു പുറത്തേക്ക്. അത് കഴിഞ്ഞ് തന്നെ ഫിനിഷർ ചെയ്യാൻ വേണ്ടി 2-3 തവണ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഡോൾഫ് സിഗ്ലറിനിട്ട് ഒരു സ്പിയർ, അത് കഴിഞ്ഞ് ഡോൾഫിനെയും എടുത്ത് അതായിരുന്നു പുറത്തേക്ക്. അടുത്ത ഊഴം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്ന കെവിൻ ഓവൻസിനെ തന്നെയായിരുന്നു. കെവിൻ ഓവൻസിനെയും എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. അപ്പോഴതാ റോഡ്സ് ബ്രദേഴ്സ് 2 പേരും കൂടി റോമനെ പിടിച്ചു പുറത്തേക്കിടാൻ നോക്കുന്നു, കോഡി റോഡ്സ് ആൻഡ് ഗോൾഡസ്റ്റ്. പക്ഷെ അപ്പോൾ സെത്ത് റോളിങ്സ് വന്ന് റോമനെ രക്ഷിച്ചു. പിന്നീട് വന്ന ഗ്രേറ്റ് കാലിയെ ഒരു സൂപ്പർമാൻ പഞ്ച് ചെയ്ത് ഷീൽഡ് ബ്രദേഴ്സ് 3 പേരും കൂടി, പ്രധാനമായും റോമൻ റെയിൻസ് തന്നെയായിരുന്നു കാലിയെയും എടുത്ത് പുറത്തേക്കിട്ടത്. ഗോൾഡസ്റ്റ് ആയിരുന്നു എലിമിനേഷൻ നമ്പർ 5. ഇപ്പോൾ റിംഗിൽ ബാക്കിയുള്ളത് ഷീൽഡിലെ 3 പേരും CM പങ്കും മാത്രമായിരുന്നു. അതായിരുന്നു നമ്പർ 17 ഷെയ്മസ് ഒറ്റയ്ക്ക് നിന്ന് ഇവരെ 3 പേരെയും അടിച്ച് തരിപ്പണമാക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തതായി എൽ ടൊറിറ്റോയെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് റോമൻ റെയിൻസ്. അടുത്തതായി അതുവരെ കമന്ററിയിൽ നിന്ന JBL ഒരു മെമ്പറായി റോയൽ റംബിളിലേക്ക് വന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും WWE റിംഗിലേക്ക് തന്റെ കോട്ട് ഊരി മൈക്കിൾ കോളിന് കൊടുത്ത് തിരിയുന്നതിന് മുൻപേ തന്നെ റോമൻ എടുത്ത് പുറത്തേക്കിട്ടു. അങ്ങനെ 28ാമത്തെ വ്യക്തി വന്നു. ഒരു സർപ്രൈസ് റിട്ടേണിലൂടെ ബാറ്റിസ്റ്റ ആയിരുന്നു നമ്പർ 28 ആയിട്ട് വന്നത്. ബാറ്റിസ്റ്റ വന്നു എറിക് റോവനെയും റൈബാക്കിനെയും പുറത്താക്കി. അടുത്ത ഊഴം കിട്ടിയത് ആൽബർട്ടോ ഡെൽറിയൊക്കെ ആയിരുന്നു. അങ്ങനെ ബാറ്റിസ്റ്റ 3 പേരെ എലിമിനേറ്റ് ചെയ്തു. നമ്പർ 29 ബിഗി വന്നു. അന്ന് ബിഗി അറിയപ്പെട്ടത് ബിഗി ലാങ്സ്റ്റൺ എന്നായിരുന്നു. നമ്പർ 30 വരികയുണ്ടായി. എല്ലാവരും കാത്തിരിക്കുന്നത് ഡാനിയൽ ബ്രയാന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവിടേക്ക് എത്തിയത് റൈ മിസ്റ്റീരിയോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹത്തിന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ കൂവി വിളിയായിരുന്നു അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. മിസ്റ്റീരിയോയെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, ഡാനിയൽ ബ്രയാന്റെ സ്പോട്ട് പോയതിനെ തുടർന്ന് പിന്നീട് ഓരോരുത്തരായി അവിടെയും ഇവിടെയും പുറത്താകാൻ തുടങ്ങി. ലുക്ക് ഹാർപ്പറിനെ സെത്ത് റോളിൻസും ഡീൻ ആംബ്രോസും ഒരുമിച്ച് പുറത്താക്കാൻ നോക്കിയപ്പോൾ ലുക്ക് ഹാർപ്പർ 2 പേരെയും ഇടിച്ചിട്ടു. റോമന്റെ വക അതാ കിടക്കുന്നു ഒരു സൂപ്പർമാൻ പഞ്ച് ലുക്ക് ഹാർപ്പർ. അപ്പോൾ ആംബ്രോസ് റോമനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചു. റോളിൻസ് അതിൽ നിന്നും ആംബ്രോസിനെ തടഞ്ഞു. അവരുടെ 2 പേരുടെയും കച്ചറയുടെ ഇടയിൽ സെസാറോ എന്നിവരെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചു. സെസാറോ, ആംബ്രോസ്, സെത്ത് റോളിൻസ് അങ്ങനെ 3 പേരെയും കൂടി ഒരുമിച്ച് റോമൻ റെയിൻസ് പുറത്തേക്കിടുകയുണ്ടായി. സ്വന്തം ടീമിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ഡീൻ ആംബ്രോസ് ആൻഡ് സെത്ത് റോളിൻസ് 2 പേരെയും കൂടി റോമൻ പുറത്തേക്കിടുകയുണ്ടായി. ഇനി റിംഗിൽ ആകെ ബാക്കിയുള്ളത് 4 പേർ മാത്രം. ബാറ്റിസ്റ്റ, CM പങ്ക്, ഷെയ്മസ് ആൻഡ് റോമൻ റെയിൻസ്. 4 പേരും കൂടി ഒരുമിച്ച് നിന്നപ്പോൾ CM പങ്കിനെ കോർപ്പറേറ്റ് കെയ്ൻ വന്ന് പുറത്തേക്ക് വലിച്ചിട്ടു. സ്റ്റേയേഴ്സിൽ കൊണ്ടുപോയി തലയിടിപ്പിച്ചു. അനൗൺസ് ടേബിളിന്റെ മുകളിലേക്ക് ചോക്ക് സ്ലാം ചെയ്തു. CM പങ്കിനെ കെയ്ൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് റോപ്പിന്റെ മുകളിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ പങ്ക് പുറത്തായതായിട്ട് കരുതപ്പെട്ടു. പിന്നീട് ബാക്കിയുള്ളത് 3 പേർ. ഇതിൽ ബാറ്റിസ്റ്റയും ഷെയ്മസും ഒരു തവണ റോയൽ റംബിൾ വിജയിച്ചവരാണ്. എന്നാൽ റോമൻ റെയിൻസ് ഇതുവരെ റോയൽ റംബിൾ വിജയിച്ചിട്ടില്ല. ഷെയ്മസ് ബാറ്റിസ്റ്റയെ ബ്രോക്കിക്ക് അടിക്കാൻ വേണ്ടി ഓടുന്നു. ബാറ്റിസ്റ്റ അവിടെ നിന്നും മാറുന്നു. ഏറ്റവും അവസാനം റിംഗ് റോപ്പിന്റെ അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഷെയ്മസിനെ റോമൻ ഇടിച്ചിട്ടു, എലിമിനേറ്റ് ചെയ്തു.
എലിമിനേഷൻ നമ്പർ 12. ബാക്കിയുള്ളത് ബാറ്റിസ്റ്റ ആൻഡ് റോമൻ റെയിൻസ് മാത്രം. 12 പേരെ പുറത്താക്കി പുതിയ റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്ന റോമൻ റെയിൻസിനെ എടുത്ത് റോപ്പിന്റെ മുകളിലൂടെ താഴേക്കിട്ട് ബാറ്റിസ്റ്റ ആ ഒരു റോയൽ റംബിൾ 2014 വിജയിക്കുന്നു. റസൽ മേനിയക്കുള്ള ടിക്കറ്റ് നേടുന്നു. 12 പേരെ ഒറ്റയ്ക്ക് പുറത്താക്കിയെങ്കിലും ആ ഒരു റോയൽ റംബിൾ വിജയിക്കാൻ റോമൻ റെയിൻസിനായില്ല. അന്ന് ഒരുപാട് ഫാൻ സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും WWE അത് മുതലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അടുത്ത വർഷം WWE തന്നെ റോമനെ റോയൽ റംബിളിൽ വിജയിപ്പിച്ചു. പക്ഷെ അന്നാണെങ്കിലോ ഫാൻസ് മുഴുവൻ റോമൻ റെയിൻസിനെ കൂവി വിളിക്കുകയായിരുന്നു ചെയ്തത്. ഈ ഒരു റോയൽ റംബിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഈ ആഴ്ച സാറ്റർഡേ നൈറ്റ് സ്റ്റോറിയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ഗൈസ്.